അന്നത്തെ ട്രാൻസ്പോർട്ട് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസംഗം ഞാൻ ചോദിക്കുകയാണ്. പല പത്രങ്ങളിൽ വന്നില്ല. ഞാൻ പത്രവാർത്തയെ വെച്ച് ചോദിച്ചു, 2016 ജനുവരി 1 പത്രം ഉണ്ടോ? ആ പത്രത്തിൽ പെട്ടിക്കോട്ട് വാക്കുണ്ടായി. തിരുവഞ്ചൂരിന്റെ പ്രസംഗം എന്താ? ഉബൈദുള്ളക്ക് ഇന്ന് ലോക മഹായുദ്ധം ജയിച്ച പ്രകൃതിയാണ് എന്നാണ് തറക്കല്ലിടുമ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞു. എന്താ കാര്യം? 4 വർഷം ഞാൻ നടത്തി വന്നിട്ടുള്ള നിരന്തരമായ പോരാട്ടം നിയമസഭയ്ക്കെത്തി 2017 MLA ആയി ആദ്യത്തെ സബ്മിഷൻ KSRTCക്ക് വേണ്ടി ആദ്യത്തെ സബ്മിഷൻ. അപ്പോൾ ചിലർ 14 വെച്ച് കണക്ക് പറയും, ചിലർ 10 വെച്ച് കണക്ക് പറയും, ചിലർ 9 വെച്ച് കണക്ക് പറയുമ്പോൾ അതിനപ്പുറത്തെ കണക്കുണ്ട്. ഈ ഇരിക്കുന്ന ബഹുമാന്യ മന്ത്രിയുണ്ടല്ലോ, മിസ്റ്റർ ഇത് യഥാർത്ഥത്തിൽ ഈ നവീകരണത്തിൻ്റെ ആശയം ഉയർന്നു വന്നത് 2000-ലാണ്. 20 കൊല്ലം മുമ്പ് ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീറിന്റെ MLA നിങ്ങൾ ആ മന്ത്രിസഭയാണ്. രണ്ടാളും കേരള രാഷ്ട്രീയത്തിലെ അധികാരിമാരായിരുന്ന R ബാലകൃഷ്ണപിള്ളയുടെ പുത്രൻ ഡോക്ടർ ഗണേഷ് കുമാറും മഹാനായ CS മുഹമ്മദ് ഖാൻ സാഹിബിന്റെ പുത്രൻ ഡോക്ടർ MK മുനീർ രണ്ടാളും മന്ത്രിസഭ അംഗമാവുന്നത് ആ ഗവൺമെന്റ് അവസാന കാലത്ത് ഈ നവീകരണ ആശയം മുന്നോട്ട് വന്നത്. അപ്പോൾ ഏതായാലും അന്ന് പല കാലങ്ങളും നടക്കാൻ പോയി. പിന്നെ 2014 ഞാൻ MLA ആയിരുന്നു. 2014 എൻ്റെ ഫസ്റ്റ് സബ്മിഷൻ ഇതാണ്. അത് ഞാൻ 2014 തുടങ്ങിയതല്ല. ഇന്നലെ നസീബ് കാരാട്ടിൻ്റെ ഒരു ലേഖനമുണ്ട്. നസീബ് കാരാട്ടിൻ്റെ ആ എഴുത്തിൽ പറയുന്നുണ്ട്, ജില്ലാ കൗൺസിലിലെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രമേയം ഇത് പൊളിച്ചു മാറ്റുന്നതല്ല, മലപ്പുറം സബ് ഡിപ്പോ ജില്ലാ ഡിപ്പോ ആക്കി ഉയർത്താനുള്ള പ്രമേയം മലപ്പുറം ജില്ലാ കൗൺസിലിൽ 33 വർഷം മുമ്പാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ 14 കൊല്ലമല്ല, ഞാൻ 33 വർഷമായിട്ട് ഈ KSRTCയെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് യാഥാർത്ഥ്യമായി കാണണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി എന്തായാലും വേണ്ട, ഇനി സമയം മേഖലയും വേണ്ട. അതിനുവേണ്ടി എത്ര മന്ത്രി ഓഫീസുകൾ എത്ര നിയമസഭ ഇവിടെ വെറുതെ ഫേസ്ബുക്കിൽ അതൊരു കാര്യമുണ്ട്. ഫേസ്ബുക്കിൽ ഇങ്ങനെ എളുപ്പമുണ്ടല്ലോ. ഒരാൾ എന്നോട് വന്നിട്ട് മാപ്പ് പറഞ്ഞു. പിന്നെ അപ്പം എൻ്റെ കൂടെ മറ്റേ ഫെദിനും ഷഹീറും കുറിച്ച് മാപ്പ് പറഞ്ഞു. അപ്പോൾ അയാൾ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. ഈ എന്തൊക്കെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ്. ഈ KSRTC വേറെ ഒന്നുമില്ല. KSRTC മാപ്പ് പറഞ്ഞു. ഞാൻ എന്ത് രീതിയിൽ വേറെ ആരെങ്കിലും മാപ്പ് പറഞ്ഞാൽ തോടാൻ പറയും. ഞാൻ പറയില്ല, ആയിക്കോട്ടെ സാറില്ല. അങ്ങനെയാണ് നമുക്ക് അത് സാറിൻ്റെ അറിയാൻ പറ്റും. പക്ഷെ മാപ്പ് പറഞ്ഞത് രണ്ടാളെ കേട്ടു. ഇദ്ദേഹം ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ഇപ്പം ഈ കിളങ്ങുന്ന ഈ ഗ്രാനൈറ്റിൻ്റെ കാണാതെ, ഈ AC റൂമൊന്നും കാണാതെ ലൈറ്റ് അടിക്കണ നെഗറ്റീവ് ലൈറ്റ് അടിച്ച തൊഴിലാളികൾ ലൈറ്റ് അടിച്ചു കൊടുക്കുന്നു. മാപ്പറിന് തൊട്ടതിനൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഈ രീതിയിൽ പ്രചാരണം നടത്തും. നല്ല രീതിയിൽ സപ്പോർട്ട് ആൾക്കാരുണ്ട്. ഞാൻ മലപ്പുറത്തെ മാധ്യമപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും മലപ്പുറത്തെ എല്ലാ മാധ്യമപ്രവർത്തകരും ഈ സ്റ്റേഷന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ ഓരോ ഘട്ടത്തിലും ശക്തമായി പിന്തുണ നൽകിയത് മലപ്പുറത്തെ മാധ്യമപ്രവർത്തകർ. അവരൊരിക്കലും അത്ര കുറ്റപ്പെടുന്ന വാർത്ത എഴുതിയിട്ടില്ല. അവർ ചൂണ്ടിക്കാണിക്കും, അത് ഉൾക്കൊണ്ടും അങ്ങനെ കേസുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകും. ഏതായാലും ഇപ്പം മുമ്പത്തെ മാതിരില്ലോ ജനങ്ങൾക്ക് അറിയണമല്ലോ. ഈ 14 കൊല്ലമായിട്ട് MLA ഈ KSRTCക്ക് വേണ്ടി നിയമസഭയ്ക്കകത്ത് എത്ര തവണ ചോദ്യം ചോദിച്ചു, എത്ര സബ്മിഷൻ ഉന്നയിച്ചു. കിട്ടുമല്ലോ, നിയമസഭയിൽ കിട്ടുമല്ലോ. വെറുതെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടൊരു കാര്യമില്ല. അത് അന്വേഷിച്ചാൽ കിട്ടും. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നിയമസഭയ്ക്കകത്ത് ഇത്രയധികം ചോദ്യം ഉന്നയിച്ചത്, സബ്മിഷൻ ഉന്നയിച്ചത് ഈ KSRTCക്ക് വേണ്ടി മാത്രമാണ്. അവസാന സബ്മിഷൻ ഉന്നയിച്ചത് 2017 സബ്മിഷൻ ശേഷം അവസാനത്തെ സബ്മിഷൻ കാന്താണ്ടായി കേൾക്കുക. ഏതായാലും ഇനി KSRTCക്ക് വേണ്ടി സബ്മിഷനെ ചോദ്യം നിയമസഭയിൽ ഞാൻ പറയില്ല. മലപ്പുറം KSRTCക്ക് വേണ്ടി പറഞ്ഞ കാര്യമില്ല. ഈ വർഷം മന്ത്രി സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ പറഞ്ഞ മന്ത്രിയോട് ഈ ഒരു കാര്യം നോക്കണം. 14 കൊല്ലത്തിനിടയ്ക്ക് 6 വകുപ്പ് മന്ത്രിമാരുണ്ടായി. MLA ഒരാളുകളുണ്ട്. ഈ ട്രാൻസ്പോർട്ട് ഈ 14 വർഷം. അപ്പോൾ ആദ്യം പിന്നെ ഞാൻ ആ പറയുന്ന ഒരു കാര്യം തോട്ടാക്കാൻ പറ്റും. ഇവിടുത്തെ നമ്മുടെ ജില്ലയിലെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന സഖാവ് VK ഇമ്പിച്ചുവാവാം, പ്രിയപ്പെട്ട ആര്യാട് മുഹമ്മദ് സാഹിബ്, അവരെ മുൻഗാമികളായിട്ടുള്ള ആ 2 നേതാക്കന്മാരും ഈ ഘട്ടത്തിൽ KSRTCയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കണം. അപ്പോൾ ഏതായിരുന്നാലും 6 മന്ത്രിമാർ വന്നു. 3ാമത്തെ മന്ത്രി വന്നപ്പോൾ കറക്കം കിട്ടു. ഇപ്പോൾ 6 അടിച്ച് 6ാമത്തെ മന്ത്രി വന്നപ്പോൾ ഇതിൻ്റെ മുൻഗാമം നടക്കുന്നത്. അതാണ് സബ്മിഷൻ അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ മുമ്പുള്ള മന്ത്രിമാർ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്, MPമാർ സന്ദർശിച്ചിട്ടുണ്ട്. അവർക്ക് ഈ മലപ്പുറം സ്റ്റേഷൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടതാണ്. അങ്ങനെ വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സന്ദർശിക്കാൻ വരുന്നില്ല, ഉദ്ഘാടനത്തിന് ഞാൻ വന്നിരിക്കും. കുറഞ്ഞ കാലം കൊണ്ട് ആ വാക്ക് പാലിച്ച മന്ത്രിയാണ് പ്രിയങ്കരനായ KT ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിയ മലപ്പുറം ജനങ്ങൾക്ക് വേണ്ടി. അദ്ദേഹം ഇപ്പം മന്ത്രിയായി വന്നില്ലെങ്കിൽ ഇപ്പോഴും
നമുക്ക് ഈ സെന്റർ, ഈ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. എന്നൊക്കെ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ചുമതല ഗണേഷ് കുമാർ വന്നിട്ടുണ്ടോ അന്നൊക്കെ KSRTCക്ക് പുതുജീവൻ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ അനുഭവം എന്ന് പറയുന്നത്. ഇവിടെ ജീവനക്കാരൊക്കെ ശബ്ദത്തിനാണ് ഇപ്പോൾ ഒമ്പത്തെ പോലെയല്ല. എല്ലാം എന്നോടെല്ലാം ജീവനക്കാരൻ പറഞ്ഞു. ഈ മന്ത്രി വന്നതിന് ശേഷം ജീവനക്കാർ പ്രശ്നമില്ല, എല്ലാവരും ഇവിടെ സംതൃപ്തരാണ്. അപ്പൊ അങ്ങനെ എല്ലാവരെയും സംതൃപ്താക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും നല്ല വകുപ്പ് മന്ത്രിയാണ് ഇദ്ദേഹം.